KSRTC ഡ്രൈവർമാർക്ക് നിർദ്ദേശവുമായി ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ്. സ്വകാര്യ ബസ്സുകളോടും ഇരുചക്ര വാഹനങ്ങളോടും മത്സരിക്കേണ്ട ആവശ്യമില്ല. അമിത വേഗത്തിൽ യാത്രക്കാരെ ഭയപ്പെടുത്തുന്ന രീതിയിൽ ബസ് ഓടിക്കരുത്. ബർത്ത് അനലൈസർ പരിശോധന തുടങ്ങിയതിനു ശേഷം KSRTCയിലെ അപകടങ്ങൾ കുറഞ്ഞുവെന്നും ഗണേഷ് കുമാർ പറയുന്നുണ്ട്. ചിലത് പറയാനുണ്ട് എന്നുള്ള തലക്കെട്ടോടുകൂടിയുള്ള വീഡിയോ പരമ്പരയിലാണ് ഗതാഗത മന്ത്രിയുടെ പ്രതികരണം ഇപ്പോൾ പുറത്തു വരുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ടിൻഡു ദാസ് തിരുവനന്തപുരത്ത് ചേർന്നുണ്ട്. ടിൻഡു, വീണ്ടും മന്ത്രിയുടെ ചില പരാമർശങ്ങൾ പുറത്തു വരികയാണ്, എങ്ങനെ നോക്കിക്കാണാം? മന്ത്രി ഫേസ്ബുക്കിലൂടെ കഴിഞ്ഞ ദിവസങ്ങളിലായി KSRTCക്കും അതോടൊപ്പം തന്നെ വാഹന നിയമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ അറിയിക്കുന്നുണ്ട്. അതിൽ ഇന്നത്തെ എപ്പിസോഡ് പറയുന്നത് ഇങ്ങനെയാണ്: KSRTC ഡ്രൈവർമാരോടാണ് ഒരു കാര്യം പറയാനുള്ളത്. സ്വകാര്യ ബസ്സുകളും ഇരുചക്ര വാഹനങ്ങളോടും, അതായത് സ്വകാര്യ ബസ്സുകളോടും ഇരുചക്ര വാഹനങ്ങളോടും KSRTC ബസ് നിരത്തിൽ മത്സരിക്കേണ്ട ആവശ്യമില്ല. യാത്രക്കാരെ ഭയപ്പെടുന്ന രീതിയിൽ ബസ് ഓടിക്കരുത്. അമിത വേഗത്തിൽ ബസ് ഓടരുത്. ബർത്ത് അനലൈസർ പരിശോധന തുടങ്ങിയതിനു ശേഷം KSRTCയിലെ അപകടങ്ങൾ കുറഞ്ഞു. റോഡിന്റെ ഇടതുവശത്ത് തന്നെ നിർത്തണം. ബസ് കൈ കാണിച്ചാൽ നിർത്തണമെന്നും ഗതാഗത മന്ത്രി ഡ്രൈവർമാരോട് നിർദ്ദേശം നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബർത്ത് അനലൈസർ സംവിധാനം കൊണ്ടുവന്നതോടുകൂടി സംസ്ഥാനത്ത് ഈ സംവിധാനം കൊണ്ടുവരുന്നതിന് മുന്നായിട്ട് സംസ്ഥാനത്ത് ഒരു ദിവസം KSRTC ബസ് തട്ടി 6 or 7 മരണങ്ങൾ സംഭവിച്ചിരുന്നു. ബർത്ത് അനലൈസർ കൊണ്ടുവന്ന ഇത്തരത്തിലുള്ള പരിശോധനകൾ കർശനമാക്കിയതിനു ശേഷം അപകടങ്ങളുടെ എണ്ണം കുറഞ്ഞു, മരണത്തിന്റെ എണ്ണം കുറഞ്ഞു. ചെറിയ ചെറിയ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും കാര്യമാക്കേണ്ടവയല്ല. അതിന്റെയൊക്കെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മരണങ്ങളുടെ എണ്ണം കുറഞ്ഞപ്പോൾ KSRTCയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സർവീസ് നടത്തുന്ന പൊതുമേഖലാ സ്ഥാപനം എന്ന് പറയുന്നത് KSRTCയാണ്. ദിവസം ഒരു 3000-3500 ബസ്സുകൾ നിരത്തിൽ ഓടുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ സംഭവിക്കുന്ന ഭൂരിഭാഗം അപകടങ്ങളുടെയും ഒരു വലിയ പങ്കെങ്കിലും KSRTC വഹിക്കുന്നു. അപ്പൊ ഇത്രയും എണ്ണങ്ങളുള്ള ബസ് നിരത്തിലൂടെ പോകുമ്പോൾ അതിൻ്റെതായ രീതിയിലുള്ള എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് വേണം പോകാൻ. അതോടൊപ്പം തന്നെ സ്വിഫ്റ്റ് ബസ് ഓടിക്കുന്നത് പൊതുവെ ചെറുപ്പക്കാരാണ്. ഈ ചെറുപ്പക്കാര് റോഡിലൂടെ അമിത വേഗതയിൽ പായാനുള്ളൊരു വ്യഗ്രത കാണിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള വ്യഗ്രതയൊന്നും ഇനി മുതൽ വേണ്ട എന്ന നിർദ്ദേശവുമാണ് ഗതാഗത വകുപ്പ് മന്ത്രി ഫേസ്ബുക്കിലൂടെ KSRTC ഡ്രൈവർമാരോട് അറിയിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകുന്നത്. കൈ കാണിച്ചാൽ നിർത്തണം. ഇടതുവശത്തു കൂടി അമിത വേഗതയിൽ പോകരുത്. ഇടതുവശത്ത് തന്നെ ബസ് നിർത്തണം. അതോടൊപ്പം തന്നെ മദ്യപിച്ച് വാഹനം ഓടിക്കരുത്. ബർത്ത് അനലൈസറുമായിട്ട് സഹകരിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഗതാഗത മന്ത്രി സമൂഹ മാധ്യമങ്ങളിലൂടെ പൊതുജനങ്ങളോടും അതോടൊപ്പം തന്നെ KSRTC ജീവനക്കാരോടും പങ്കുവയ്ക്കുന്നത്. ടിൻഡു, നമുക്കറിയാം ഒരുപക്ഷെ ഇത്തരത്തിൽ മുൻപും ഗതാഗത മന്ത്രി പുറത്തുവിട്ട ചില നിർദ്ദേശങ്ങൾ കൂടുതലും ഇത്തരത്തിൽ വളരെ വലിയ രീതിയിൽ വിവാദങ്ങളായിരുന്നു, അല്ലെങ്കിൽ കൂടുതൽ പ്രതിഷേധങ്ങൾക്കൊക്കെ വഴിവെച്ചിരുന്നു. പ്രത്യേകിച്ചും ഈ KSRTCയിലെ തൊഴിലാളി സംഘടനകളൊക്കെ തന്നെയും ഗതാഗത മന്ത്രിക്കെതിരെ ആദ്യഘട്ടത്തിൽ രംഗത്ത് വന്നിരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ കൂടി ഇപ്പോഴും ഇത്തരത്തിലുള്ള ഈ ഒരു പരാമർശങ്ങളും അല്ലെങ്കിൽ നിർദ്ദേശങ്ങളൊക്കെ വരുമ്പോൾ ഇപ്പോഴും ഈ ഇത്തരത്തിലുള്ള തൊഴിലാളി സംഘടനകളൊക്കെ തന്നെയും എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്? വിഷ്ണു, ഈ ബർത്ത് അനലൈസറുടെ സംവിധാനം കൊണ്ടുവന്ന ഏതാണ്ട് 190-ലധികം KSRTC ജീവനക്കാർക്ക് ജോലിയിൽ നിന്നും താൽക്കാലികമായിട്ടെങ്കിലും മാറി നിൽക്കേണ്ടി വന്നിരുന്നു. നിർബന്ധിച്ച് ബർത്ത് അനലൈസർ ഉപയോഗിക്കുന്നുവെന്ന് വിവിധ തൊഴിലാളി സംഘടനകൾ, CIT ഉൾപ്പെടെയുള്ള തൊഴിലാളി സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ഒരുപക്ഷെ ആ സംവിധാനത്തിൽ നിന്നും പിന്മാറാതെ അത്തരം സംവിധാനങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും ഗതാഗത മന്ത്രിയുടെ ഈ നിർദ്ദേശങ്ങൾക്കൊപ്പം തന്നെ പ്രതിഷേധങ്ങൾ അതോടൊപ്പം തന്നെ വിയോജിപ്പുകളൊക്കെ വരുന്നുണ്ടെങ്കിലും നിർദ്ദേശങ്ങളായി തന്നെ ഓരോ എപ്പിസോഡിലും പറയാൻ തന്നെയാണ് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ഉദ്ദേശിക്കുന്നത്. അടുത്ത ദിവസവും സമാനമായ രീതിയിൽ തന്നെ ഇത്തരത്തിൽ ജീവനക്കാർക്കും KSRTCയിലെ ജീവനക്കാർക്കും ഉദ്യോഗസ്ഥർക്കും ഒക്കെ ഉള്ള നിർദ്ദേശങ്ങൾ നൽകും. അതോടൊപ്പം തന്നെ പ്രതിഷേധങ്ങളും വിമർശനങ്ങളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുമ്പോഴും ഈ നിർദ്ദേശങ്ങളുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഗതാഗത മന്ത്രിയുടെ തീരുമാനം. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യവും കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്: പൊതുജനങ്ങളെ ഭയപ്പെടുത്തുന്ന രീതിയിൽ ബസ് ഓടിക്കരുത്. ഇനിയിപ്പോ ഈ മേയറും KSRTC ഡ്രൈവറുമായിട്ടുള്ള വിഷയമൊക്കെ ഈ കത്തി നിൽക്കുന്ന സമയത്താണ് ഗതാഗത മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള പ്രതികരണവും കൂടി. അല്ലെങ്കിൽ പൊതുജനങ്ങളെ ഓവർടേക്ക് ചെയ്യരുത്, ഇരുചക്ര വാഹനക്കാരെ ഓവർടേക്ക് ചെയ്യരുത്, കാറിനെ ഓവർടേക്ക് ചെയ്യരുത്, അത്തരത്തിലുള്ള നിർദ്ദേശമൊക്കെ കൊണ്ട് എന്തായാലും ഈ നിർദ്ദേശങ്ങളൊക്കെ ആയിട്ട്
ഗതാഗത മന്ത്രി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. അതേസമയം തന്നെ തൊഴിലാളി സംഘടനകളുടെ എതിർപ്പും ഉയർന്നുണ്ട്. ഒരുപക്ഷെ മന്ത്രി ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കുമ്പോൾ മറ്റൊരു സ്ഥലത്ത് ഈ KSRTC ജീവനക്കാരെ ഇകഴ്ത്തി കാണിക്കുന്നു എന്നൊരു വിമർശനവും ഉയരുന്നുണ്ട്. ഇതൊക്കെ ഈ വിമർശനങ്ങൾ ഉയരുമ്പോഴും ഈ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് മന്ത്രിയുടെ തീരുമാനം. വിഷ്ണു, യെസ്, വ്യക്തമാണ്. ടിൻഡുദാസാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.